ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റി മെറ്റീരിയൽ ആയിട്ടാണ്. ഇത് വെച്ച് ഫ്രോക്ക് നൈറ്റി അല്ല സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നൊരു ഷോർട്ട് കുർത്തി അതിൻ്റെ കൂടെ ഒരു പാൻറ്റും കൂടിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് പാൻറ്റാണ്. അപ്പോൾ പാൻറ്റിൻ്റെ ബെൽറ്റിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുക്കാം. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്കാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ 34 ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 36 ഇഞ്ചാണ് ടോട്ടൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത്. ഇനി ക്രോസ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 11 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 12 ഇഞ്ചാണ് ഞാൻ അളവ് മാർക്ക് ചെയ്തത്. താഴെ സീറ്റിൻ്റെ അവിടെ ഇതുപോലെ 12 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ട് 14 ഇഞ്ചാണ് സീറ്റ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം താഴെ ബോട്ടം റൗണ്ടിൽ 7 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ട് 9 ഇഞ്ചിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോർട്ട് കുർത്തിക്കുള്ള അളവുകൾ മാർക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഷോൾഡർ 3 ഇഞ്ചിന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് നെക്ക് കൊടുക്കുന്നത് വി നെക്കാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് 6.5 ഇഞ്ചിനാണ് അളവ് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് 3.5 ഇഞ്ചാണ് അളവ് എടുക്കുന്നത്. സാധാ നോർമൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അപ്പോൾ 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് 9.5 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 11.5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തി 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പ്ലീറ്റഡ് കുർത്തി ആയതുകൊണ്ട് ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 14 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 13 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേസ്റ്റിൻ്റെ അളവ് ഞാൻ 8.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ പാർട്ടും താഴത്തെ പാർട്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. വി ഷേപ്പ് ആയതുകൊണ്ട് ഇതുപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്ക് നെക്കും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോഴാണ് ഓർത്തത് സൈഡിൽ ചെറിയൊരു അളവും കൂടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. സൈഡ് ഭാഗം ഇതുപോലെ 1 ഇഞ്ചിൽ കയറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാ അളവും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ താഴെ ഭാഗത്ത് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 13 ഇഞ്ചിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ പീസുകളാണ്. അപ്പോൾ ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണം പ്ലീറ്റ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നോർമൽ സ്ലീവ് തന്നെയാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. സ്ലീവ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ പോയി. അപ്പോൾ അളവുകൾ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അളവ് ഒന്നും കൂടെ പറയാം. ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ്. അവിടുന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 9 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ വരച്ചതിലൂടെ നമുക്ക് സ്ലീവിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ആദ്യം പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാൻറ്റിൻ്റെ ബോട്ടം ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് കുറച്ച് വീതിയിൽ മടക്കിയിട്ടാണ് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ രണ്ട് സൈഡുള്ള ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പാൻറ്റിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഷേപ്പിൽ കട്ട് ചെയ്ത ആ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ രണ്ട് സൈഡിലും ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചിട്ട് നമുക്കിത് തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് കാലിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് നേരെ അടുത്ത താഴെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ നമ്മുടെ ബെൽറ്റിൻ്റെ അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നാടയാണ് വെച്ച് കൊടുത്തത്. എലാസ്റ്റിക് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തൽക്കാലം ഒരു നാട വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നാട വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻറ്റ് ഫൈനലായിട്ട് ഇതുപോലെയാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഷോർട്ട് കുർത്തീൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഫ്രണ്ട് നെക്കിൽ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫീഡിങ് ഓപ്ഷൻ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ സിബ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ സിബ് വെച്ചിട്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിബ് വയ്ക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ പീസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ പീസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ അടിച്ച ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ആ നല്ല വശവും നമ്മുടെ കൈയിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അതിന് ശേഷം കൈയിൻ്റെ അറ്റത്ത് നിന്ന് നേരെ തിരിച്ച് മറ്റേ അറ്റത്തേക്ക് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ച് ഒരേ സമയത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് താഴത്തെ പ്ലീറ്റ് ഇടേണ്ട പീസുകളൊക്കെ ഒന്ന് ഞാൻ കട്ട് പീസാണല്ലോ എടുത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തത് 13 ഇഞ്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മടക്കി തയ്ക്കാനുള്ള അളവും കൂടെ കൂട്ടിയിട്ടാണ് 13 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 21 ഇഞ്ചാണ്. നമ്മൾ വേസ്റ്റിൻ്റെ അളവ് 10.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 10.5 കൂടെ ആഡ് ചെയ്തപ്പോൾ 21 ഇഞ്ച് കണക്കിനാണ് നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് ഒരു സൈഡ്. അതേപോലെ തന്നെ ബാക്ക് സൈഡും ആ ഒരു വിഡ്ത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഈ പ്ലീറ്റഡ് പാർട്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുർത്തീൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഷോർട്ട് കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഞാൻ നെക്കിൻ്റെ അവിടെ റെഡ് കളറിലുള്ളൊരു ലേസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഷോർട്ട് കുർത്തി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നത് ഇതുപോലെയാണ്. അപ്പോൾ
ഫുള്ള് ഔട്ട്ഫിറ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്